മിക്ക ആളുകളും സമയം പാഴാക്കുന്നത് ഒന്നും ചെയ്യാതെയല്ല. അവർ സമയം പാഴാക്കുന്നത് തുടങ്ങാൻ തയ്യാറെടുക്കുന്നതിലാണ്. നിങ്ങൾ കാര്യം തുടങ്ങുന്നില്ല. അതിനെക്കുറിച്ച് റിസർച്ച് മാത്രമാണ് ചെയ്യുന്നത്. നിങ്ങൾ വർക്കൗട്ട് ചെയ്യുന്നില്ല. വർക്കൗട്ട് വീഡിയോകൾ കാണുകയാണ്. നിങ്ങളുടെ ബിസിനസ് നിർമ്മിക്കുന്നില്ല. പകരം രാത്രി 2 മണിക്ക് കിടക്കയിൽ കിടന്ന് 23 വയസ്സിൽ ഞാൻ എങ്ങനെ ഒരു മില്യൺ ഉണ്ടാക്കി എന്ന വീഡിയോകൾ കാണുന്നു. എന്തോ കാരണം നിങ്ങൾക്കിപ്പോഴും പ്രൊഡക്റ്റീവായതായി തോന്നുന്നു. അതാണ് സ്കാം. നിങ്ങൾ പറയുന്നു, ഞാൻ പഠിക്കുകയാണ്. അല്ല, നിങ്ങൾ എന്റർടൈൻ ചെയ്യപ്പെടുകയാണ്. സത്യമായി പറയൂ, നിങ്ങളുടെ ഫോണിൽ മോട്ടിവേഷൻ, ബിസിനസ് ഐഡിയാസ്, റീഡ് ലേറ്റർ എന്ന പേരിൽ എത്ര സ്ക്രീൻഷോട്ട്സ് ഉണ്ട്? റീഡ് ലേറ്റർ എപ്പോൾ? അടുത്ത ജന്മത്തിലോ? സേവ് ചെയ്യും. 2 സെക്കൻഡ് സ്മാർട്ടായി തോന്നും. പിന്നെ ഒരിക്കലും തുറക്കില്ല. അതാണ് മോഡേൺ പ്രൊഡക്ടിവിറ്റി. ഇതാ വേദനിപ്പിക്കുന്ന സത്യം. ഒരാൾ ഫിറ്റ്നസ് നേടാൻ ആഗ്രഹിക്കുന്നു. ട്രാൻസ്ഫോർമേഷൻ വീഡിയോകൾ കാണുന്നു. വർക്കൗട്ട് സേവ് ചെയ്യുന്നു. പ്രോട്ടീൻ കുറിച്ച് വാദിക്കുന്നു. ഉപയോഗിക്കാത്ത ഷൂസ് വാങ്ങുന്നു. മറ്റൊരാൾ പശുത്ത് നടക്കുന്നു. പ്ലേലിസ്റ്റ് ഇല്ല, ഫാൻസി പ്ലാൻ ഇല്ല. നടക്കുന്നു, അത്രമാത്രം. 6 മാസം കഴിഞ്ഞാൽ ഒരാളുടെ കയ്യിൽ നോളജ്, മറ്റൊരാളുടെ കയ്യിൽ റിസൾട്ട്സ്. മിക്ക ആളുകളും സ്വയം പറയുന്ന ഏറ്റവും വലിയ കള്ളം ഇതാണ്: ഇനിയും ഞാൻ റെഡിയല്ല. റെഡി എന്തിനാണ്? കോൺഫിഡൻസ് ആകാശത്തിൽ നിന്ന് വീഴില്ല. ആരും കോൺഫിഡൻസ് ഉള്ളവനായി ഉണരുന്നില്ല. അവർ ഉണരുന്നത് പണിക്ക് പതിവുള്ളവരായാണ്. റെഡി ആയതായി തോന്നാൻ കാരണമാകുന്നത് എക്സിക്യൂഷനാണ്, അതിന്റെ മറുവശമല്ല. കൂടുതൽ ഇത്തരം വീഡിയോകൾക്കായി ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.